സുഹൃത്തുക്കളെ, കിരൺ ബിസു രചിച്ച യന്ത്രത്തുമ്പികൾ എന്ന ബാലസാഹിത്യത്തിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഹരിതം ബുക്സിൻ്റെ 28 വർഷമായി ഹരിതം ബുക്സിൻ്റെ 5000 ചില്ലാനം പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. DK മുരളി സാറുമായി ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ചെറിയ ബന്ധമുണ്ട്. ആ ബന്ധം ഹരിതം റൂറൽ ലിറ്റററി ഫെസ്റ്റ് അദ്ദേഹമായിരുന്നു കല്ലറയിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിരുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആദ്യത്തെ ഉദ്ഘാടന പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത് പൊതുസമൂഹം ഇതെങ്ങനെ ഏറ്റെടുക്കും ഈ പരിപാടി എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയം മുഴുവൻ തീർത്തു തന്നത് DK മുരളി MLA പ്രസംഗമായിരുന്നു. നഗര കേന്ദ്രീകൃതമാകുന്ന ലിറ്റററി ഫെസ്റ്റുകൾ ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത അത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. അത് തന്നെയായിരുന്നു ഞങ്ങളതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. തീർച്ചയായും ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം പ്രകാശിപ്പിക്കാൻ വരുന്നത് DK മുരളി സാറാണെന്നുള്ളത് ഞങ്ങൾക്കേറെ സന്തോഷകരമായൊരു കാര്യമാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി അധ്യക്ഷൻ വഹിക്കുന്നത് ശരത് ബാബു തച്ചമ്പാറയാണ്. ശരത് ബാബു തച്ചമ്പാറ 10-16 പുസ്തകങ്ങൾ ബാലസാഹിത്യമടക്കം, ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രകാശിപ്പിക്കാൻ പോകുന്ന പുസ്തകവും ബാലസാഹിത്യമാണ്, അടക്കം 10-16 പുസ്തകങ്ങൾ എഴുതിയ ആപ്പിൾ ബുക്സിൻ്റെ പ്രസാധകൻ കൂടിയാണ്. ശരത് ബാബു തച്ചമ്പാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് പുസ്തകം അഡ്വക്കേറ്റ് ഷാനിബ ബീഗമാണ്. ഒരു അഭിഭാഷക എന്നുള്ളതിലപ്പുറം സാംസ്കാരിക ജീവിതത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവർ ഈ വേദിക്ക് ശോഭനകരമാണ്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നത് മാങ്കോയിക്കൽ ചന്ദ്രൻ സാറാണ്. മാങ്കോയിക്കൽ ചന്ദ്രൻ സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവരാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ ഉഷാ ആനന്ദും എഴുത്തുകാരിയും സാംസ്കാരിക ജീവിതം നയിക്കുന്നവരുമാണ്. അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് സ്നേഹതീരത്തിൻ്റെ സിസ്റ്റർ ലിസിയാണ്. അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറുവാക്ക് പറയാൻ ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന സ്റ്റാർ എന്ന് പറയാവുന്ന കിരൺ ബിസുവാണ്. കിരൺ ബിസുവിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റാണ്. കുറച്ച് ലേറ്റാകുമെന്ന് പറഞ്ഞിരുന്നു, അത്ര ലേറ്റായില്ല. VK മധു സാറാണ്. VK മധു സാറിനെ തിരുവനന്തപുരത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല, അല്ലേ? കേരളത്തിന് തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നിരവധി പുസ്തകങ്ങളിലൂടെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയിലൂടെ, അതിനപ്പുറത്തേക്ക് ഇന്ന് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയായി നിന്നുകൊണ്ട് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ദിശാബോധം നൽകുന്ന VK മധു സാറിനെ മുഖ്യാതിഥിയായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബാലസാഹിത്യം എന്ന് പറയുന്നത് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണിത്. നമ്മളൊക്കെ ഈ ആമയുടെയും മുയലിൻ്റെയും പുറകെ കളിച്ച് ഓടി നടന്ന് നമ്മുടെ കുട്ടിക്കാലം പോലെ ഇന്നും നമ്മുടെ ബാലസാഹിത്യകാരന്മാർ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതേമാതിരിയുള്ള കൊച്ചു കഥകളാണ്. ചെറിയ ചെറിയ വാചകങ്ങളിലൂടെ എഴുതി കഴിഞ്ഞാൽ ബാലസാഹിത്യമായി തീരും എന്നുള്ളൊരു വിശ്വാസവും അവരെ ഭരിക്കുന്നു. കാലം മാറിയതും കുട്ടികൾ മാറിയതും ഒരു തവണയല്ല, പല തവണയാണ് ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ. ഇതൊന്നും അറിയാത്ത ഒരു ബാലസാഹിത്യ മേഖലയിലേക്കാണ് കിരൺ ബിസു കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഈ പുസ്തകവുമായിട്ട് വന്നിരിക്കുന്നത്. കിരൺ ബിസുവിന് തൊട്ട് മുമ്പുള്ള ബാലസാഹിത്യവും അതുതന്നെയായിരുന്നു. കുട്ടികൾക്ക് മനസ്സിലാവുന്ന, കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളും കഥകളും ആയിട്ടാണ് കിരൺ ബിസു വന്നത്. കിരൺ ബിസുവിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്. ധാരാളം എഴുതാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. അധ്യക്ഷനായി ശരത് ബാബു തച്ചമ്പാറയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള
പ്രിയപ്പെട്ടവരെ, അധ്യക്ഷയുടെ ഭാഷണത്തിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ വേദിയിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രഭാഷണങ്ങളെക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കാണ് വരേണ്ടത്. പ്രതാപൻ തായായിട്ട് സൂചിച്ചതുപോലെ ബാലസാഹിത്യ മേഖല വളരെയധികം നവീകരിക്കേണ്ട കാലം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ മാതിരി യക്ഷിക്കഥകളും ഏഴാം കടലിന് അക്കരെയുള്ള സുന്ദരിയായ രാജകുമാരിയെ തേടിപ്പോകുന്ന രാജകുമാരനെ കുറിച്ചൊക്കെ എഴുതിയാൽ ഇപ്പോഴത്തെ കുട്ടികൾ പറയും, അച്ഛാ അതിലും അല്ലെങ്കിൽ മാഷെ AI ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഫാൻറ്റസി ഞങ്ങൾക്ക് തരും. അങ്ങനത്തെ ഒരു ഫാൻറ്റസിയുടെ ലോകത്താണ് കുട്ടികൾ ജീവിക്കുന്നത്. ആ സമയത്ത് കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളത് ഒരു എഴുത്തുകാരനെ എഴുത്തുകാരിയെ സംബന്ധിച്ചോളം ഏറ്റവും സാഹസമുള്ള ഒന്നാണ്. അങ്ങനെ സാഹസപ്പെട്ട് എഴുതിയ കുട്ടികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഈ യന്ത്രത്തുമ്പികളുടെ പ്രകാശനമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. പുസ്തക പ്രകാശനം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട CK മുരളി MLAയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ഷാനിബ ബീഗത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തക പ്രകാശനം ചെയ്ത CK മുരളി MLA നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശരത് ബാബു തച്ചമ്പാറ, സ്വാഗതമാശംസിച്ച ഹരിതം പബ്ലിക്കേഷൻസിൻ്റെ പ്രതാപൻ തായാട്ട്, വേദിയിലുള്ള നമ്മുടെ മുഖ്യാതിഥി ലൈബ്രറി കൗൺസിലിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ VK മധു, പുസ്തകം ഏറ്റുവാങ്ങിയ അഡ്വക്കേറ്റ് ഷാനിബ ബീഗം, പ്രശസ്ത നാടക സാഹിത്യകാരൻ കൂടിയായ മാങ്കോയിക്കൽ ചന്ദ്രൻ, സാമൂഹ്യ പ്രവർത്തകയും സാഹിത്യകാരിയുമായ ഉഷ ആനന്ദ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ സ്നേഹതീരത്തിൻ്റെ പ്രമുഖ സിസ്റ്റേഴ്സ് ലിസി, പ്രിയപ്പെട്ട കിരൺ ബസു, പ്രിയമുള്ളവരെ, ഈ പുസ്തക പ്രകാശനത്തിൽ എൻ്റെ സാന്നിധ്യം ഒരു അനിവാര്യതയായി ഞാൻ കാണുന്നു. കാരണം എഴുത്തുകാരി എൻ്റെ നാട്ടുകാരി കൂടിയാണ്. ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നതിന് പിൻബലമേകുന്ന പലതരത്തിലുള്ള പരിസരങ്ങളുണ്ട്. കിരൺ ബസു ഒരു സാഹിത്യകാരിയായി വളർന്നത് സ്വന്തം അധ്വാനത്തിലൂടെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജീവിതത്തിലും സാഹിത്യത്തിലും സ്വപ്രയത്നം കൊണ്ട് വളർന്നു വന്ന ഒരു സാഹിത്യകാരിയാണ് കിരൺ ബസു. ഹരിതത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമായെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, ഒരു കവിതാ സമാഹാരമുണ്ട്. 4ാമത്തെ ബാല സാഹിത്യ കൃതിയാണ് ഈ യന്ത്രത്തുമ്പികൾ. ഹരിതം തന്നെ റൂറൽ ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന കിരൺ ബസുവിൻ്റെ ഒരു പുസ്തകം തന്നെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. സാഹിത്യരംഗത്ത് ബാലസാഹിത്യ ശാഖ ലോകത്തെമ്പാടും തുടക്കം കുറിച്ചത് 18ാം നൂറ്റാണ്ടോടുകൂടിയാണ് എങ്കിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. മലയാളത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ ബാലസാഹിത്യ രംഗത്ത് പ്രശസ്തരായ എഴുത്തുകാർ ഉൾപ്പെടെ, അതിൽ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, MT വാസുദേവൻ നായരുണ്ട്, ചെറുകാടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ ഒട്ടേറെ സാഹിത്യകാരന്മാർ, ജനങ്ങൾ വായിക്കുന്ന ഇഷ്ടപ്പെടുന്ന മുൻനിരയിൽ നിൽക്കുന്ന സാഹിത്യകാരന്മാർ ഉൾപ്പെടെ ബാലസാഹിത്യ രംഗത്തും അവരുടെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്, കൈവച്ചിട്ടുണ്ട്. പുതിയ തലമുറയെ, പ്രത്യേകിച്ച് ബാല്യം പിന്നിട്ടവരെ വായനയിലേക്ക് ആനയിക്കുവാൻ ഉതകുന്ന ഒന്നുകൂടിയാണ് ബാലസാഹിത്യം. രസകരമായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടും നന്നായി ആസ്വദിച്ചുകൊണ്ടുമൊക്കെ കുട്ടികളെ സാഹിത്യരംഗത്തേക്ക് പിടിച്ചുയർത്താൻ കഴിയുന്നതാണ്. അതത്ര എളുപ്പം കഴിയുന്ന ഒരു കാര്യമല്ല. കുട്ടികളുടെ മനസ്സറിയണം. അവർ രസിക്കുന്നത് ഏത് വിധത്തിലുള്ള സബ്ജക്റ്റ് കൊടുത്താലാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. നല്ല പഠനമുണ്ടെങ്കിൽ ഒരു നല്ല ബാലസാഹിത്യം പൂർത്തിയാക്കാനാവൂ എന്നതാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ആ നിലയിൽ കിരൺ ബസു കുട്ടികളുടെ മനസ്സ് വായിച്ചെടുക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ലളിതമായ പദാവലികളിലൂടെ കോർത്തിണക്കിയ, എളുപ്പം പാടാൻ കഴിയുന്ന, ഏറ്റുപാടാൻ കഴിയുന്ന തരത്തിലാണ് കവിതകളാകെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ സന്ദർഭം അതിന്
ഉതകുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കിരൺ ബസു ഇനിയും ഈ ബാലസാഹിത്യ രംഗത്ത് ഇപ്പോൾ ഒരു നാടകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. ഈ അധ്വാനത്തിന്, ഈ പ്രതിഭയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് യന്ത്രത്തുമ്പികളുടെ പ്രകാശനം ഔപചാരികമായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് സത്യത്തിൽ ഈ പ്രകാശന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്ന് ഇന്ത്യയിലാകെ, ഒരുപക്ഷെ ഇന്ത്യ വിട്ട് മലയാളികളോടൊത്തെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അത്രയധികം വിജയകരമായിട്ടാണ് ഓരോ വർഷവും മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ സംഘാടകൻ എന്ന നിലയിൽ നമ്മുടെ നിയമസഭാ സ്പീക്കർ എടുക്കുന്ന ഒരു എഫർട്ട് ശ്ലാഘനീയമാണ്. അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നുമുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പുതിയ തലമുറ ഇവിടേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നുണ്ട്. കിരൺ ബസുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത്. നാളെയാണ് ഇതിൻ്റെ ഒരു സ്ലോട്ട് അനുവദിച്ചിരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സൗകര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം തൃശ്ശൂർ ഈ കുട്ടികളുടെ കലോത്സവം നടക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ ഇന്ന് 10-ാം തീയതി ഇത് കഴിഞ്ഞ് പോകാമെന്നുള്ള ഒരു ധാരണയിലാണ് 10-ാം തീയതിയിലേക്ക് ഈ സമയം നിശ്ചയിച്ച് ഞങ്ങൾക്ക് തന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില അത്യാവശ്യങ്ങളുള്ളതുകൊണ്ട് പോകേണ്ടി വന്നു. അതിൻ്റെ ഒരു ഖേദം അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിന് ഒരു പ്രതിനിധി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുമ്പോൾ സഹധർമ്മിണി എന്നുള്ള നിലയിൽ മാത്രം എടുത്താൽ പോരാ. കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരി കൂടിയായ പാർവതി ദേവി, ഹരിതത്തിൻ്റെയും എഴുത്തുകാരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർവതി ദേവിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി പ്രസംഗ നിരയിൽ പാർവതി ദേവി കൂടെ എത്തിയ സ്ഥിതിക്ക് ഞാൻ നീട്ടുന്നില്ല. വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സന്ദേശം കൂടി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അദ്ദേഹം എല്ലാ ഭാവുകങ്ങളും നേർന്നിട്ടുണ്ട് എന്ന വിവരം കൂടി സന്തോഷപൂർവ്വം പങ്കുവച്ചുകൊണ്ട് യന്ത്രത്തുമ്പികളുടെ പ്രകാശനം വായനയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഒരു ആളിൻ്റെ പേര് കൂടി പറയാതെ പോകുന്നത് അനുചിതമായി പോകും. ഈ കിരൺ ബിസുവിൻ്റെ എല്ലാ പിൻബലവുമായി കൂടെ അദ്ദേഹത്തിൻ്റെ സഹയാത്രികൻ ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അദ്ദേഹം ഇങ്ങനെ മാറി നിന്നാണ് എങ്കിലും എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി സർ. ഒരു പുസ്തകം വായനക്കാരിലേക്ക് എത്തുന്നത്, എഴുത്തുകാരൻ്റെ സ്വപ്നം വായനക്കാരൻ്റെ സ്വപ്നമായി മാറുന്നത് ഒരു പുസ്തക പ്രസാധന മേഖലയുമായി ബന്ധപ്പെട്ട് പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോഴാണ്. അത്തരം പബ്ലിക്കേഷനെ വളരെ സജീവമായിട്ട് എഴുത്തുകാരെയും വായനക്കാരെയും കൂട്ടി യോജിപ്പിക്കുന്നതിൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ലൈബ്രറി കൗൺസിലിന് വലിയൊരു പങ്കുണ്ട്. കേരളത്തിലെ 8000-ത്തിലധികം ലൈബ്രറികളിലൂടെ ലക്ഷക്കണക്കിന് വായനക്കാരാണ് ദിവസവും പുസ്തകങ്ങൾ തേടിയെത്തുന്നത്, അക്ഷരങ്ങളുടെ മായാവലയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതിൻ്റെ ഊർജവും എല്ലാമായ പ്രിയപ്പെട്ട VK മധു സാറാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി. അദ്ദേഹമാണ് ഇന്നിവിടെ മുഖ്യ അതിഥിയായിട്ടുള്ളത്. അദ്ദേഹത്തെ ആദരപൂർവ്വം നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ DK മുരളി MLA സൂചിപ്പിച്ചതുപോലെ കിരൺ ബസു ഞങ്ങളുടെ നാട്ടുകാരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുക എന്ന് പറയുന്നത് ഒരു കർത്തവ്യമായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. സാധാരണ ജീവിത പരിസരത്ത് നിന്ന് വായനയുടെയും എഴുത്തിൻ്റെയും ഉന്നതമായ മേഖലകളിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരിയാണ് കിരൺ ബസു. ഇതിനകം തന്നെ നിരവധി സാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബാലസാഹിത്യമാണ് കിരൺ ബസുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയായിട്ട് കാണുന്നത്.
ബാലസാഹിത്യമെന്ന സാഹിത്യ മേഖല അനുദിനമെന്നോണം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ കിരൺ ബിസുവിൻ്റെ യന്ത്രത്തുമ്പികളെന്ന ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഗ്രഹാതുരത്വം അതിൻ്റെ വരികളിൽ, അതിൻ്റെ ഭാവനയിൽ, അതിൻ്റെ വിശാംശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് പരമ്പരാഗതമായ ഒരു ബാലസാഹിത്യ ശാഖയുടെ ഒരു തുടർച്ചയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന് ഈ ആധുനിക സാങ്കേതികവിദ്യയുടെ അത്യുജ്വലമായ വികാസം കൈവന്നിരിക്കുന്ന ഈ കാലത്ത് പഴയ പരമ്പരാഗതമായ ശൈലിയിലുള്ള ബാലസാഹിത്യത്തിന് വലിയ പ്രസക്തി ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇന്നിപ്പോൾ ടെക്നോളജിയുടെ വളർച്ച, നമ്മൾ ശിലായുഗത്തിൽ നിന്ന് ഒരു മാറ്റം വരാൻ 10,000-കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നുവെങ്കിൽ അവിടെ നിന്ന് മനുഷ്യ വികാസത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്കും കടന്നു വരാൻ 1000-കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നെങ്കിൽ ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മാറ്റങ്ങളെന്ന് പറയുന്നത് ഒരു 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ടോ ഒക്കെ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം ഇന്ന് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് കാലം മലയാള സാഹിത്യരംഗത്ത് തുറന്നു തന്ന അനന്തമായൊരു സാധ്യതയാണ് പുതിയ എഴുത്തുകാരും പുതിയ പുസ്തകങ്ങളും പുതിയ പ്രസാധകരും. ഇന്നിപ്പോൾ മലയാളത്തിൽ ഈ സാഹിത്യ രചന എന്നതും പുസ്തക പ്രകാശനം എന്നതും ഏറ്റവും വലിയ ഒരു അനുദിനമെന്നോണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകൾക്ക് തുടക്കം കുറിച്ചത് കോവിഡ് കാലമാണ്. കോവിഡ് കാലത്ത് പ്രധാനം അറിയാം, കോവിഡ് കാലത്തിന് ശേഷം എത്ര എഴുത്തുകാരാണ് പുതുതായിട്ട് വരിക, എത്ര പുസ്തകങ്ങളാണ് വരിക, വലിയ തോതിലാണ് വരിക. ആ സാഹിത്യത്തിലുള്ള വളർച്ച സാങ്കേതിക വിദ്യയിലും പ്രതിഫലിക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് ബാലസാഹിത്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പഴയ കുട്ടികളായി നമ്മൾ കണക്കാക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളെക്കാൾ മിടുക്കന്മാരായ, നമ്മളെക്കാൾ അറിവ് ആർജിച്ചവരാണ് നമ്മുടെ കുട്ടികൾ. അവർ പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമ്മളെക്കാൾ വളരെ ദൂരം മുന്നിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അതറിഞ്ഞുകൊണ്ട് വേണം ബാലസാഹിത്യത്തെ ഈ പുതിയ കാലത്ത് നമ്മൾ സമീപിക്കാം. പരമ്പരാഗതമായ ബാലസാഹിത്യത്തിനൊന്നും കുട്ടികളുടെ ഇടയിൽ മനസ്സിനെ ഇന്ന് സ്വാധീനിക്കാൻ കഴിയില്ല. പക്ഷേ കുട്ടികളെ വായനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അത് വളരെ സഹായകരമാവുമെന്ന ഒരു വശം അതിനുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നീട്ടുന്നില്ല. തീർച്ചയായിട്ടും ഈ പുതിയ കാലത്ത് ടെക്നോളജിയുടെ ഈ അഭൂതപൂർവമായ വളർച്ചയുടെ കാലത്ത് ആ ടെക്നോളജിയോടൊപ്പം സഞ്ചരിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ സാഹിത്യത്തിലേക്ക്, വായനയിലേക്ക്, എഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇനി ഒരു മാരത്തോൺ ഓട്ടത്തിലാണ്. നമ്മുടെ മുമ്പിലുള്ള വെറും 11 മിനിറ്റ് മാത്രമാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് വരേണ്ടിയിരുന്നത്, അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നമുക്കിവിടെ സാന്നിധ്യമായി മാറുന്നുണ്ട്. പ്രിയപ്പെട്ട പാർവതി മാഡത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മൾ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിങ്ങനെ എനിക്ക് വളരെ യാദൃച്ഛികമായി വീണ് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ വേദി. ഞാൻ അടുത്ത പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനായിട്ടാണ് ഇവിടെ വന്നത്. എന്തായാലും കിരൺ ബിസുവിൻ്റെ ഈ യന്ത്രത്തുമ്പികൾ എന്ന പുസ്തകം, ബാലസാഹിത്യം, ഇനിയും ധാരാളം വളരേണ്ട ഒരു ശാഖയാണ് ബാലസാഹിത്യം. ഞാനൊന്ന് ഇവിടെ ഇരുന്ന് മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലോകത്ത് തന്നെ ഡ്രോണിനെ കുറിച്ച് ആദ്യമായ ഒരു കവിത ഒരുപക്ഷെ കിരണായിരിക്കും എഴുതിയതെന്ന് തോന്നുന്നു. ഇതിൽ ഡ്രോണിനെ കുറിച്ചാണ് ഒരു കവിതയുള്ളത്. അത് കുട്ടികൾ അത്ഭുതത്തോടെയും വളരെ കൗതുകത്തോടെയും നോക്കുന്ന ഒന്ന്. അതിനെ ഒരു തുമ്പിയായി അതിനെ കണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്നു. ബാക്കിയൊന്നും അധികം വായിക്കാൻ സമയം കിട്ടിയില്ല. മന്ത്രി അമ്മാവനെ കുറിച്ചൊരു കവിതയുണ്ട്. ഞാൻ പറഞ്ഞു ആ പടത്തിന് ഒരു താടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ശിവൻകുട്ടിയാണെന്ന് പറയാമായിരുന്നു എന്ന്. അതില്ല അതിൽ. എങ്കിലും എല്ലാ ആശംസകളും നേരുന്നു. ബാലസാഹിത്യം കൂടുതൽ ശക്തമാകട്ടെ. കിരൺ കൂടുതൽ എഴുതട്ടെ. ഞാൻ മന്ത്രിക്ക് ഈ പുസ്തകം കൈമാറാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നന്ദി.
അടുത്തായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരൻ ശ്രീ മാങ്കോയിക്കൽ ചന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യർ, ഇപ്പോൾ എൻ്റെ വേദിയിൽ ഉള്ളവരും മുന്നിലിരിക്കുന്നവരും എൻ്റെ നാട്ടുകാരാണ്, കല്ലറക്കാരാണ്. ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും വാമനപുരം മണ്ഡലത്തിലുള്ളവരാണ്, കല്ലറക്കാരാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടികളടക്കം ഈ സദസ്സിലുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടി അധ്യാപകനായി റിട്ടയർ ചെയ്ത ആളടക്കം ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല. കിരൺ ബിസു ഒരുപക്ഷെ നവമാധ്യമ സാധ്യതയാണ് കിരണിനെ എഴുത്തിൻ്റെ വഴിയിലേക്ക് നല്ല ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴേയൊക്കെ എഴുതുമെങ്കിലും അതൊക്കെ വായനക്കാരിലേക്ക് പകർന്നു കൊടുത്തത് നവമാധ്യമങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ കിരൺ ബിസുവിനെ പരിചയപ്പെടുമ്പോഴാണ് ശിവപ്രസാദ് സാറിൻ്റെ അനന്തരവളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരുമിച്ച് ഞങ്ങൾ നാടകങ്ങളൊക്കെ ചെയ്ത ബാലസംഘത്തിൻ്റെയും അതുപോലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും ഒക്കെ വേദികളിൽ കമ്മിറ്റികളിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച സാറിനെ ഓർത്തുകൊണ്ട് കിരണിൻ്റെ ഇതുവരെയുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും പ്രതിഭയുള്ള എഴുത്തുകാരി, നല്ല ചെറുപ്പത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനകം കേരളം മുഴുവൻ അറിയപ്പെടുന്ന എഴുത്തുകാരി ആകേണ്ടിയിരുന്നയാൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു 5-6 നാടകങ്ങൾ എഴുതി അതിൽ അടുത്ത പുസ്തകമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിൻ്റെ അവതാരിക എഴുതിയത് ഞാനാണ്. നാടകത്തിലും ബാലസാഹിത്യത്തിൽ മാത്രമല്ല, കഥയിലും കവിതയിലും നാടകത്തിലുമൊക്കെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ എഴുത്തുകാരിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് നടക്കാനാകട്ടെ. കേരളത്തിൻ്റെ സാഹിത്യലോകം കിരൺ ബസു എന്ന കല്ലറക്കാരിയായ എഴുത്തുകാരിയെ നാടിൻ്റെ എഴുത്തുകാരിയായി അടയാളപ്പെടുത്തുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തായി നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരി ശ്രീമതി ഉഷ ആനന്ദിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയാണ് കിരൺ ബിസു. ഞാനൊരു എഴുത്തുകാരിയാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രയാസം നമുക്ക് ബാലസാഹിത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത് എഴുതാനാണ്. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ പല ശാഖയിലെ പുസ്തകങ്ങൾ എഴുതിയെങ്കിലും പക്ഷേ ഈ ബാലസാഹിത്യം നമ്മൾ വിചാരിക്കും പോലെ പണ്ട് കാക്കേ കൂടെ ഇവിടെ എന്നൊരു 4 വരി പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ കളിയാക്കും. നമ്മുടെ അധ്യാപകർ അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാക്കയുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ അത് സാറ് നമുക്ക് അക്ഷരസ്ഫുടതയോട് പറയാൻ വേണ്ടിയിട്ട് സാറ് നമുക്ക് എങ്ങനെ പറഞ്ഞു തരുമെന്ന് വെച്ചാൽ കാകൃത് കനകൃത് കാക്കേ നിന്നുടെ കൂകൃത് കുനുകൃത് കൂടെ വിടെ തേകൃത് തെനകൃത് തെക്കങ്ങാണ്ടൊരു മാകൃത് മനകൃത് മാവിൻ്റെ ഇങ്ങനെയൊക്കെ ചൊല്ലിയാണ് നമ്മുടെ നാവിന് വഴക്കം പറഞ്ഞു തന്നത് ആ കാലത്ത്. ഈ കാലത്ത് കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ നമ്മളെ തല്ലും. ഏതായാലും നമ്മുടെ കിരൺ ബിസുവിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. അടുത്തായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹതീരത്തിൻ്റെ എല്ലാമായ സിസ്റ്റർ ലിസിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട MLA DK മുരളി സാറേ, ഞങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മധു സാറേ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുക. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ സ്വന്തം കല്ലറ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കിരൺ ബസു മാഡം ബാലസാഹിത്യ പുസ്തകം എഴുതുമ്പോൾ ഞങ്ങളൊക്കെ ഏറെ അഭിമാനത്തോട് സന്തോഷിക്കുന്നുണ്ട്. ഇത്തരണത്തിലെ സമയക്കുറവുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാ നന്മകളും ഇനി കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. കൂടുതൽ ശക്തിയിൽ, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ തീഷ്ണതയിൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ചടങ്ങിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഗതം ആശംസിച്ച പ്രതാപൻ തായാട്ട് മുതൽ
ഏറ്റവും അവസാനം നമ്മോട് സംവദിച്ചവർ വരെ ഇവിടെ പങ്കുവച്ചത് പുതിയ തലമുറയുടെ ആകുലതകളാണ്. പുതിയ കുട്ടികളെ എഴുത്തിലേക്ക് നമ്മൾ എങ്ങനെ ആകർഷിക്കാമെന്നതാണ്. ഓരോ ബാലസാഹിത്യകാരന്മാരും എഴുതുന്ന ഓരോ വാക്കുകളും ഓരോ ചിന്തകളുമൊക്കെയാണ് പുതിയൊരു തലമുറയെ കെട്ടിപ്പടുക്കുന്നത്. അത്തരമൊരു വേദിയിൽ ഇവിടെ എത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. ഈ എഴുത്തുകാരി, ഇന്നത്തെ താരം പ്രിയപ്പെട്ട കിരൺ ബിസുവിനെ നമ്മളോട് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ട എഴുത്തുകാരി കിരൺ ബിസുവിനെ മറുവാക്കിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭവ്യ നമസ്കാരം. പുസ്തകം പ്രകാശനം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA DK മുരളി സാർ, ഏറ്റുവാങ്ങിയ അഡ്വക്കേറ്റ് ഷബീന ബീഗം, അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന ഇവിടെ വായനയുടെ ലോകത്ത് സജീവ സാന്നിധ്യവും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ VK മധു സർ, മറ്റ് വിശിഷ്ടാതിഥികൾ, ഏറ്റവും കൂടുതൽ പറയാൻ വിട്ടുപോയതല്ല നമ്മുടെ ശിവൻകുട്ടി സാറിൻ്റെ മന്ത്രി, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ വൈഫ് പാർവതി മാഡം യാദൃച്ഛികമായാണ് എത്തിച്ചേർന്നതെങ്കിലും എൻ്റെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടി എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ശിവൻകുട്ടി സാറ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന്. അത് നികത്തി തന്നു ബഹുമാനപ്പെട്ട മുരളി സാറും പാർവതി മാഡം. പിന്നെ എൻ്റെ എഴുത്തിനെ കൈപിടിച്ച് ഉയർത്തുന്ന ഹരിതം ബുക്സ് ചെയർമാൻ പ്രതാപൻ തായാട്ട് സാറ്, മറ്റ് വിശിഷ്ടാതിഥികൾ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കൾ, ഗുരുനാഥന്മാർ, ഒത്തിരി പേരുണ്ട്. ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കാനുള്ള സമയമില്ല. സത്യത്തിൽ എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ എനിക്കൊപ്പം കൂടെ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ്, സഹോദരൻ വന്നിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി എല്ലാവരെയും പേരെടുത്ത് എനിക്ക് പറയാൻ സാധ്യമല്ല. എല്ലാവരോടും പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുട്ടിക്കാലത്ത് സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നേ എൻ്റെ സഹോദരൻ കബീർ ദാസാൻ, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് പാട്ര ഗ്രാമീണ ഗ്രന്ഥശാലയിൽ ഞാൻ വായനയുടെ ലോകത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്ന് ചിത്രകഥകളും കഥകളും ഒക്കെ വായിച്ചാണ് എൻ്റെ തുടക്കം കുറിച്ചത്. എൻ്റെ പേരിനും വായനയോട് സാമ്യമുണ്ട്. എൻ്റെ സഹോദരൻ അവിടെ നിന്ന് വായിച്ച ഒരു ബംഗാളി നോവലിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് കിരൺ ബിസു. ആ പേര് നൽകിയാണ് എന്നെ സ്കൂളിലേക്ക് അയച്ചത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഈ വായനയിലൂടെ ഞാൻ കുറച്ച് എഴുതുമായിരുന്നു. എനിക്കറിയുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് കഥകളും കവിതകളും നാടകങ്ങളും ഒക്കെ എഴുതിയിരുന്നു. അന്നൊന്നും അത് പ്രകാശനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് കുറച്ചു കാലം എനിക്ക് എഴുത്തിൽ നിന്ന്, വായനയിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു. ഇപ്പോൾ ഈ മാങ്കോയ്ക്ക് ചന്ദ്ര സാറ് പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ പിന്നീട് എഴുതി തുടങ്ങിയത്. ആ എഴുത്തിലൂടെ എന്നോടൊപ്പം എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവും മക്കളും, അവരോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് പ്രോത്സാഹനമായി കൂടെ ഉള്ളവരാണ്. എല്ലാവരും, ആരെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും എല്ലാവരെയും, ഒത്തിരി പേര്, എൻ്റെ കുടുംബാംഗങ്ങളായാലും സുഹൃത്തുക്കളായാലും സഹപാഠികളായാലും ഹരിതം ബുക്സിലെ സ്റ്റാഫുകളായാലും പിന്നെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തും കുടുംബ സുഹൃത്തും ഭാര്യയൊക്കെ എത്തിയിട്ടുണ്ട്, പേര് പറയുന്നില്ല. അങ്ങനെ എല്ലാവരും തന്നെ എനിക്ക് പ്രോത്സാഹനമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ പാട്ര ഗ്രാമീണ ഗ്രന്ഥശാലയുടെ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടറി, മറ്റ് പ്രവർത്തകരും എൻ്റെ ഈ പ്രകാശന ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ യന്ത്രത്തുമ്പികൾ എന്ന പുസ്തകം എല്ലാവരും ഒന്ന് വായിച്ച് അഭിപ്രായം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഹരിതം ബുക്സിലുണ്ട് പുസ്തകം യന്ത്രത്തുമ്പികൾ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം എനിക്കറിയാൻ താല്പര്യമുണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എൻ്റെ സുഹൃത്തുക്കൾ വേദി 5 എന്ന് പറഞ്ഞ് ഒരുപാട് പേരും അങ്ങോട്ട് പോയി ഇരുന്നു. ഇപ്പം എത്തിച്ചേർന്നതേ ഉള്ളൂ കുറച്ച് പേരൊക്കെ. എന്തായാലും ഈ പുസ്തകത്തിലെ ഓരോ കവിതകളും എഴുതിയപ്പോൾ അത് ചിത്രം വരച്ചു തന്ന എൻ്റെ മകനാണ് അദ്വൈ പ്രകാശ്. മോൻ അവിടെ ഇരിപ്പുണ്ട്. ഇതിലുള്ള ഞാൻ മന്ത്രിയമ്മാവും വരുമെന്ന് കരുതിയിട്ട് മന്ത്രിയമ്മാവിനെ കുറിച്ചും ഒരു കവിത എഴുതിയിരുന്നു. അത് ഞാൻ പാർവതി മേഡത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് കൊടുക്കാൻ എൻ്റെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഭാഗ്യമെന്ന പോലെ എൻ്റെ അവിടെ ഓഫീസിൽ കൊണ്ട് കൊടുക്കാതെ തന്നെ എൻ്റെ അരികിലെത്തി ആ പുസ്തകം. അതെൻ്റെ മകനാണ് ചിത്രം വരച്ചയാൾ. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.